ചുറ്റും മരണഭയം മാടി വിളിച്ചിടുമ്പോൾ ഇന്ന് വെളുപ്പിന് 4 മണിക്ക് ഒരു ഇടി വെട്ടിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണെന്ന് തോന്നി. അത്ര അടുത്ത കണ്ട വെട്ടിയത്. എന്തൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ വീടിനൊന്നും പറ്റിയിട്ടില്ല, അടുത്തെവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അത്ര ഭീകരമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജിന്റെ വീട് വെള്ളത്തിൽ മുങ്ങി. ഇത്രയും നാളത്തെ വെള്ളപ്രളയമൊന്നും അവരെ ബാധിച്ചിട്ടില്ല. PC ജോർജിന്റെ മോൻ രാവിലെ പറയുന്നു, ഇന്നലെ പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം സമാധാനമായി സന്തോഷമായി കുഞ്ഞുങ്ങളോടൊക്കെ താമസിച്ചിരുന്ന ഒരു വീട് നേരം വെളുത്തപ്പില്ല. ബോഡികൾ തപ്പിയെടുത്തോണ്ടിരിക്കുന്നു. ഒരു പാഴ്സണേജ് ഒരു ഹോളിൽ വലിച്ചുപോയി. മരണം നടന്നിട്ടുണ്ടോ എന്നറിയില്ല. മരിച്ചുപോയവരെല്ലാം മണ്ടന്മാരും നിർഭാഗ്യവാന്മാരും അല്ല. നമ്മൾ കൂടുതൽ വിശുദ്ധിയുള്ളവരും അല്ല. ശരിക്കും വേദോസ്തം പഠിച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ശരിയാകാനുണ്ട്. അതിനുവേണ്ടി സമയം നീട്ടി തന്നിരിക്കും. 4 വർഷം കൊണ്ട് BSc നഴ്സിംഗ് പാസ്സാവുന്നവരുണ്ട്, 8 വർഷം കൊണ്ട് പാസ്സാവുന്നവരുണ്ട്. ആരാ മെഡിക്കൽ? 8 വർഷം കൊണ്ട് പഠിച്ചല്ലേ, നല്ല മെഡിക്കാണെന്ന് അല്ല, തോറ്റത് കൊണ്ടാണ്. 4 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്, 12 വർഷം കൊണ്ട് പഠിക്കുന്നവരുണ്ട്. 12 വർഷം പഠിച്ചോ? 12 വർഷം പഠിച്ചത് കൂടുതലൊന്നും പഠിച്ചിട്ടല്ല, ആദ്യ വർഷം ഉഴപ്പിയതുകൊണ്ട്. അപ്പം ആത്മീയത്തിലും ഇങ്ങനെയൊക്കെ ചില രഹസ്യങ്ങളുണ്ടല്ലോ. ആർക്കെങ്കിലും പ്രയാസം വരുമ്പോൾ അവരുടെ പാപമാണ്, നമ്മൾ വിശുദ്ധരാണ് എന്ന് ധരിക്കേണ്ട. നമുക്ക് അല്പം കൂടെ ആയുസ് നീട്ടി തരുന്നത് നമ്മനോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. നമ്മുടെ തെറ്റുകൾ നമുക്ക് കാണാൻ പറ്റിയല്ല, മറ്റുള്ളവരുടെ തെറ്റ് നമുക്ക് കാണാനായിട്ട് ഭയങ്കരമായിട്ട് സാധിക്കും. അത് നമ്മുടെ ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. നമ്മളെ തിരുത്തുവാനായിട്ട് നമുക്ക് കർത്താവിനോട് ആവശ്യപ്പെടാം. നമ്മൾ വചനം കേൾക്കുന്നത് വാസ്തവത്തിൽ എന്തിനാ വചനം കേൾക്കുന്നത്? നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും നമ്മെ തന്നെ കാണുവാനും ആത്മാവിൽ ബലപ്പെടുവാനും.
ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ വചനം കേൾക്കുന്നത്. സ്തോത്രം. ഈ പാട്ട് കഴിഞ്ഞ ദിവസം പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നിരുന്നു. ഈ സ്ക്രീനിൽ കണ്ട് പഠിക്കും, പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് പേപ്പർ കിട്ടാത്തവരൊക്കെ ഇന്ന് കൈവയ്ക്ക്. പാട്ട് കിട്ടാത്തവർ എല്ലാവർക്കും കിട്ടിയില്ലല്ലേ? ഓക്കെ, ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്തൊരു കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കോവിഡ് തീർന്നിട്ടില്ല. കോവിഡ് ഇപ്പോഴും ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം സ്ഥിരം വാർത്തയായതുകൊണ്ട് പറയുന്നില്ല. കുറെ വാർത്തകൾ വിടാതിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ നടുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അവൻ മയങ്ങുന്നില്ല, അവൻ്റെ ഉറങ്ങുന്നില്ല. അതെ, നിശ്ചയമായ ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നു. അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്നോ മരിക്കുന്നോ എന്നുള്ള വിഷയം. ഭയപ്പെട്ടു പോകരുത്, ഭയത്തിന് അടിമപ്പെട്ടു പോകരുത്, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകരുത്. ഇതാണ് നമ്മുടെ ആവശ്യം. അതിനാണ് ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ചേർന്ന് പാടാം. ചുറ്റും മരണഭയം മാടി വിളിച്ചിടുമ്പോൾ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ സുരക്ഷിതസിക്കും. ചുറ്റും മരണഭയം മാടി വിളിച്ചിടുമ്പോൾ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ സുരക്ഷിത ഭയനായി വസിക്കൂ. അവൻ മയങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. അവൻ മയങ്ങുന്നില്ല, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ബാധിക്കില്ല വിജയം. എന്റെ പരിചയവൻ, എന്റെ സൂര്യനവൻ, എന്റെ സന്ദേഹമവനല്ലയോ. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ബാധിക്കില്ല വിജയം. എന്റെ പരിചയവൻ, എന്റെ സൂര്യനവൻ, എന്റെ സന്ദേഹമവനല്ലയോ. അവൻ മയങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. അവൻ മയങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. അവൻ മയങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല, ഇസ്രായേലിൻ പരിപാലകൻ. ഒരു ബാധയും എന്നെ കൂടാരത്തൂടരുകാനരുവരിക്കയില്ല. ഒരു തീമറില എന്നെ ഒരു
ഒരു താഴുന്നില്ല ഞാൻ ഭയപ്പെടില്ല ആ ചിരയിൽ മറവില്ലല്ലോ എന്റെ പരിപാലകൻ അവൻ ഭയപ്പെടില്ല ഒരു
എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം, വചനം ധ്യാനിക്കാം. ഇന്ന് നാം ധ്യാനിക്കുവാൻ കർത്താവ് പ്രേരണ തന്ന തിരുവചനം അല്പകാല കഷ്ടവും നിത്യമായ തേജസ്. ഒന്ന് പറയാമോ ചേർന്ന്? അല്പകാല കഷ്ടവും നിത്യകാല തേജസ്. ഒന്നുകൂടെ ഞാൻ പറയാം. അല്പകാല കഷ്ടവും നിത്യമായ തേജസ്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഒരു വാക്യം പെട്ടെന്നെടുത്ത് വായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചാട്ട്. 1 പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. മറ്റൊരു വാക്യം ആർക്കെങ്കിലും ഓർമ്മയിൽ വന്നെങ്കിൽ എടുത്തുറക്കെ വായിച്ചാട്ട്. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. വെരി ഗുഡ്. ആമേൻ. വേറെയും വാക്യങ്ങളുണ്ട് എങ്കിൽ നമുക്കിവിടെ മനസ്സ് കേന്ദ്രീകരിക്കാം. പത്രോസിന്റെ ലേഖനത്തിലെ വാക്യത്തിലേക്ക് തന്നെ വരാം. 1 പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സ്തോത്രം, 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 സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, ഉറപ്പിക്കുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം. ഇന്ന് സഭായോഗത്തിൽ ഈ 3 കാര്യങ്ങൾ നടക്കണം. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം, റിസ്റ്റോർ എന്ന് വേണമെങ്കിൽ
ഉപയോഗിക്കണം. പുനഃസ്ഥാപിക്കുക. സ്ഥാനചലനം സംഭവിച്ചതിനെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ഓരോരുത്തരെയും ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത്, നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് അല്ല ആയിരിക്കുന്നതെങ്കിൽ അവർ യഥാസ്ഥാനപ്പെടേണ്ട ആവശ്യമുണ്ട്. യഥാസ്ഥാനപ്പെടുത്തുന്ന വലിയ വലിയ ലൈബ്രറികളിൽ, നമ്മുടെ കൊച്ചലമാരി പോലെയല്ല, വലിയ ലൈബ്രറികളിൽ പുസ്തകം ഓരോ റോയിലിരിക്കുന്ന പുസ്തകങ്ങളുടെ പേരും നമ്പരും അതിരിക്കുന്ന സ്ഥലവും ലൊക്കേഷൻ കമ്പ്യൂട്ടറിലുണ്ടാവും, ഫയലിലുണ്ടാവും. അപ്പോൾ ആ ബുക്ക് വേണം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലാണ് നോക്കുന്നത്, അലമാരിയിലല്ല. അപ്പോൾ എത്രാമത്തെ അലമാരിയിൽ, എത്രാമത്തെ റോയിൽ, എത്രാമത്തെ ലൈനിൽ ഇരിപ്പുണ്ടെന്ന് കമ്പ്യൂട്ടർ പറയും. ഉടനെ പുസ്തകം എടുത്ത് നമ്മളെ സഹായിക്കാനുള്ള ഗൈഡ് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ആ പുസ്തകം അവിടെ ഇല്ല. എന്തുകൊണ്ടായില്ലാത്ത? ആരും ഒരാൾ വായിക്കാൻ എടുത്തിട്ട് തിരിച്ചുകൊണ്ട് വെച്ചു. പക്ഷെ അവിടെയല്ല വെച്ചത്, വേറെ കണ്ടു വെച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചു? പുസ്തക സ്ഥാനം മാറി. ഇപ്പൊ കമ്പ്യൂട്ടർ പറഞ്ഞത് തന്നെ പുസ്തകം ഇവിടെ ഇല്ല. കാരണം ആ സ്ഥലത്ത് നോക്കിയപ്പോൾ പുസ്തകം ഇല്ല, പുസ്തകം പോയി. സ്ഥാനചലനം സംഭവിച്ച പുസ്തകം നഷ്ടപ്പെട്ട പുസ്തകമെന്ന് ലൈബ്രറികളിൽ ഒരു ചൊല്ലുണ്ട്. സ്ഥാനചലനം സംഭവിച്ച പുസ്തകം നഷ്ടപ്പെട്ടതിന്റെ ലിസ്റ്റിലാണ്. എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നാലേ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ, തൃപ്തരായിരിക്കാൻ കഴിയത്തുള്ളൂ, ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ, ദൈവിക സംരക്ഷണം കിട്ടത്തുള്ളൂ, ദൈവിക പ്രൊവിഷൻസ് കിട്ടത്തുള്ളൂ. ഉദാഹരണത്തിന് 1 രാജാക്കന്മാർ 17-ാം അധ്യായം നമ്മൾ 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ ഏലിയാവിന്റെ ചരിത്രം വായിക്കുന്നുണ്ടല്ലോ. അത് വായിച്ചു വരുമ്പോൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ചിന്തകൾ നമുക്ക് ലഭിക്കും. അതിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. നമ്മൾ അതിനെ അതുപോലെ വിശ്വസിക്കുകയാണ്, അക്ഷരം തെറ്റാതെ വിശ്വസിക്കുകയാണ് എങ്കിൽ രാവിലെ കാക്ക അവിടെ എത്തുമ്പോൾ കാക്കയ്ക്ക് ദൈവം കൃത്യമായ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? അപ്പം ദൈവം പറഞ്ഞിടത്ത് ഏലിയാവില്ലെങ്കിൽ കാക്ക എന്ത് ചെയ്യും? കാക്ക കൊഴയും, കാക്കയായ കൺഫ്യൂസ്ഡ് ആവും. കാക്ക അപ്പമായിട്ട് കറങ്ങി നടന്നേച്ച് ഒന്നെങ്കിൽ കളയല്ലേ തിന്നി, ഇല്ലെങ്കിൽ ആ ഭാഗത്ത് ആർക്കെങ്കിലും കൊടുത്തേച്ച് വരും. കാക്കയ്ക്ക് പ്രവാചകനെയും പരിചയമില്ല,
പിള്ളേരെയും പരിചയമില്ല, കാര്യമായിട്ട് വലിയ വിവരമൊന്നുമില്ല. ദൈവീക പരിപാലനം ഇങ്ങനെയാണ്. നമ്മളെ ദൈവം ആക്കിയ സ്ഥലത്ത് മാത്രമേ ദൈവത്തിന്റെ കാവലുണ്ടാകുകയുള്ളൂ, ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകുകയുള്ളൂ, ദൈവത്തിന്റെ നന്മകൾ പ്രൊവിഷൻസ് ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. നമുക്കിന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഇഷ്ടത്തിനോ എൻ്റെ പ്ലാനിനോ എൻ്റെ ഊഹങ്ങൾക്കോ സങ്കല്പങ്ങൾക്കോ അനുസരിച്ച് യാത്ര ചെയ്യാതെ അവിടുത്തെ കൃത്യമായ പ്ലാനിൽ, പദ്ധതിയിൽ തന്നെ ഓരോ ചുവടും വയ്ക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് ഓരോരുത്തരും കർത്താവിനോട് പറയട്ടെ. നമ്മൾ ദൈവഹിതം വിട്ട്, ദൈവാലോചന വിട്ട് ഒരല്പം മാറിയാൽ ദൈവത്തിന്റെ പരിപാലനം നമുക്ക് ലഭിക്കാതെ പോകും. Praise the Lord. ദൈവത്തിന്റെ ആലോചന വിട്ട് ഒരല്പം മാറിയാൽ മതി, ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കരം നമുക്ക് കിട്ടാതെ പോകും. അത്ര കൃത്യമാണ് ദൈവത്തിന്റെ പരിപാലനം. അത് കിട്ടേണ്ട ആൾക്ക് കിട്ടും, കിട്ടേണ്ട സമയത്ത് കിട്ടും, കിട്ടേണ്ട ഇടത്ത് കിട്ടും. അതുകൊണ്ട് എന്നും നമുക്ക് യഥാസ്ഥാനപ്പെടേണ്ടത് ആവശ്യമാണ്. അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. പത്രോസും കൂട്ടരും അല്പം വഴി മാറിപ്പോയി. കർത്താവ് അവരെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി വെളുപ്പിനെ അവർ ജോലി ചെയ്യുന്ന ആ കടൽ തീരത്ത് ചെന്ന് ഉയർത്തെഴുന്നേറ്റ യേശു അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവർ വന്നപ്പോൾ സ്നേഹത്തോടെ ഇടപെട്ടു. വഴക്ക് പറയാതെ അവർക്ക് വറുത്ത മീനും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് അവിടെ നടന്നറിയാമോ? യഥാസ്ഥാനപ്പെടുത്തുക. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. പത്രോസും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പാപമൊന്നുമല്ല. എന്താ പത്രോസ് എന്താ പാപം ചെയ്ത്? വീട് വലിക്കുകയോ കള്ളു കുടിക്കുകയോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്നെ തെറ്റ് ചെയ്ത് ഒരു തെറ്റും ചെയ്തില്ല. തെറ്റെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തെറ്റൊന്നും ചെയ്തില്ല. പക്ഷെ ദൈവത്തിന്റെ നോട്ടത്തിൽ അവൻ സ്ഥാനം തെറ്റിയോടുന്നു. സ്തോത്രം. ഈ തീവണ്ടികളൊക്കെ ഓടുന്നത് എങ്ങനെയാണ്? തീവണ്ടി ഓടിക്കുന്നത് വാസ്തവത്തിൽ എഞ്ചിൻ ഡ്രൈവറല്ല, സ്റ്റേഷനിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അയാളുടെ സിഗ്നൽ അനുസരിച്ച് മാത്രമേ തീവണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇതൊന്നും അറിയത്തില്ല. എന്താ ഇവൻ എന്താ ഇവൻ നിർത്തിയിട്ടിരിക്കുന്നത്? സിഗ്നൽ ഇട്ടാത്തതുകൊണ്ടാണ്. ഒരു സ്റ്റേഷനിൽ ഒരേ സമയത്ത് 10-20 ട്രെയിനൊക്കെ വന്നു പോകുന്ന സ്റ്റേഷനുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിടിക്കാതെ ഇരിക്കാൻ എന്തൊരു സംവിധാനമാണ്. ആകാശത്ത് ഒരേ സമയത്ത് ആയിരക്കണക്കിനല്ല 10,000 വിമാനങ്ങളാണ് പറക്കുന്നത്. അതിൻ്റെ ഒരു കണക്കൊന്നും നമുക്ക് നമ്മുടെ ഒന്നും കൊച്ചു ബുദ്ധിയിൽ ഒതുങ്ങത്തില്ല. ഞാൻ ഞെട്ടിപ്പോയി. ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്ന് ഒരു ദിവസം പോകുന്നത് 1740 ഫ്ലൈറ്റ് ആണെന്ന് അവിടെ ഒരു സ്ഫോടനം നടന്നപ്പോൾ പത്രത്തിൽ വന്നു. 1740 ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തത്. അന്നേരം ആ ഒരു ദിവസം ഇത്രയും വിമാനം അതിന്റെ ആകാശത്തിൽ പൊങ്ങുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ഒരെണ്ണം പോയി ഒരു 2 മിനിറ്റിനുള്ളിൽ അടുത്തത് പോയി. ആ സമയത്ത് അപ്പുറത്തൂടെ 2 എണ്ണം വന്നു, 4 എണ്ണം വന്നു, 8 എണ്ണം വന്നു. ഇതൊക്കെ ഒരു മില്ലിമീറ്റർ സ്ഥാനചലനം സംഭവിച്ചാൽ തീപിടുത്തം ഉണ്ടാകും. 1000 മരിച്ചു. സ്തോത്രം 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 സ്തോത്രം. ഇതെല്ലാം മനുഷ്യന്റെ സാധനങ്ങളാണ്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ എത്രയുണ്ടായിരിക്കും? 1000, 10,000, ലക്ഷം അല്ല, ഒത്തിരിയുണ്ട്. ഒത്തിരിയുണ്ടെന്ന് പറയാനൊന്നും അറിയില്ല. പക്ഷെ അത് സഞ്ചരിക്കുന്നുണ്ട്. അതതിൻ്റെ കറക്റ്റ് ഭ്രമണപഥത്തിലാണ് ഓടുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇടി നടക്കാത്തത്. അവിടെ ഇന്നുവരെ ഒരു ഇടി നടന്നിട്ട്. നമുക്കൊക്കെ സാധാരണഗതിയിൽ പ്ലെയിനെ കയറാൻ ഒരു പേടിയുണ്ടല്ലേ? പക്ഷെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഓട്ടോറിക്ഷ കയറാണ്. കേട്ടായിരുന്നോ?
ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഓട്ടോറിക്ഷക്കാരാണ്. കാരണം അവൻ ഒരു വെളിവില്ലാതെ വണ്ടി ഓടിക്കുന്നത്. എപ്പം മറിഞ്ഞത് ചിന്തിച്ചാൽ മതി. വിമാനത്തിൽ അങ്ങനെ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. വിമാനത്തിലെ അപകടം എന്നൊക്കെ വെച്ച് നോക്കിയാൽ ഇവിടെ ഉണ്ടാകുന്ന അപകടത്തിന്റെ 1000-ലൊന്നില്ല. അത്രമാത്രം വിമാനം മുകളിലൂടെ പറക്കുന്നത്. കാരണം അത് ഒത്തിരി പഠനങ്ങൾ നടത്തിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയരേ, ദൈവം നമ്മെ പരിപാലിക്കുന്ന വഴികളെ നമുക്ക് ഓർക്കാം. അവൻ നമ്മെ ചില സംഭവങ്ങളിലൂടെ, ചില സങ്കടങ്ങളിലൂടെ, ചില നഷ്ടങ്ങളിലൂടെ അവന്റെ പാതയിലോട്ട് തിരിക്കാൻ ആഗ്രഹിക്കുക. അവൻ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? വഴിയൊരൽപ്പം മാറിയാൽ പുറകിലൊരു ശബ്ദം, വഴി ഇതാകുന്നു, ഇതിലേ നടന്നുകൊള്ളുന്നു. എന്നാൽ അത് നമ്മളിങ്ങനെ കേൾക്കാതെ പോകുന്ന ഒരു സാഹചര്യം വന്നാൽ, ദൈവിക ഇടപെടലുകളെ മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ദൈവിക ഇടപെടലുകൾ അങ്ങ് നിന്നു പോകും. എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. കർത്താവ് പത്രോസിനെയും കൂട്ടരെയും യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി നന്നാവെളുപ്പിനെ ആ കടപ്പുറത്ത് വന്ന്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ഞുകൊണ്ട് നിന്നു, തണുത്തുറച്ച് നിന്നു, ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, അവർക്ക് കൊടുത്തു. വളരെ സ്നേഹത്തോടെ ഇടപെട്ട് കർത്താവ് ഉദ്ദേശിച്ച റൂട്ടിലോട്ട് തിരിച്ചുവിട്ടു. എന്റെ ആടുകളെ പാലിക്കുക. അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു. സ്തോത്രം. രണ്ടാമത്തെ വാക്കെന്താണ്? ഉറപ്പിക്കുന്ന ദൈവം. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാല് ഇളകാതെ ഇങ്ങനെ പിടിച്ചു നിർത്തുക. ഒരു തൂണ് നാട്ടിയാൽ, ഒരു കാല് നാട്ടിയാൽ, ഒരു കസേരയിട്ടാൽ, ഒരു മേശ വെച്ചാൽ, എന്ത് ചെയ്താലും ഇളകിയാൽ പിന്നെ ഒരു പ്രയോജനമില്ല. ഈ പ്രസംഗം കിടന്ന് ഇളകുകയാണെങ്കിൽ ചിലയിടത്തൊക്കെ ചെല്ലുമ്പം 3 കാലിൽ ആ പ്രസംഗം നിൽക്കുന്നത്. അപ്പൊ അവര് പറയുന്ന കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ അത് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് മാറുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പൊ നമ്മുടെ ശ്രദ്ധ പോവുക. ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ മറിഞ്ഞു പോവുക. നിസ്സാര കാര്യമാണെങ്കിലും ഉറപ്പില്ലാത്തതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഉറപ്പില്ലെങ്കിൽ എന്തിനു കൊള്ളാം? അപ്പൊ ഈ തൂണ് ഇവിടെ ഈ കെട്ടിടം ഇവിടെ നിൽക്കുന്നത്, ഈ തൂൺ ഉറപ്പായിട്ട് നിൽക്കുന്നത് കൊണ്ടല്ലേ അവൻ നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഇളകിപ്പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ, ഇപ്പൊ തന്നെ പ്രകൃതി ദുരന്തം, കോവിഡ്, സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങള്, നഷ്ടങ്ങൾ, ഇതൊക്കെ നമ്മളെ ഇളക്കുന്നതാണ്. നമ്മുടെ വിശ്വാസത്തെ ഇളക്കുന്നതാണ്. നമ്മുടെ പ്രത്യാശ ഇളക്കുന്നതാണ്. അതിന്റെ നടുവിലൊക്കെ ഇത്രത്തോളം കർത്താവ് നമ്മെ പിടിച്ചു നിർത്തിയല്ലോ. ആ സമയം വരുമ്പോൾ ഒരു വചനം ദൈവം തരും, ഒരു വെളിപ്പാട് ദൈവം തരും, ഒരു ആത്മശക്തി നമ്മുടെ മേൽ തരും. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും. ചെങ്കടലിന്റെ തീരത്ത് മോശ വിളിച്ചു പറയുക, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രിയരേ, അവൻ നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. എങ്ങനെയാണ് അവൻ ഉറപ്പിക്കുന്നത്? അവൻ ഉറപ്പിക്കുന്നത് തന്റെ ദാസന്മാരിലൂടെയാണ്, തന്റെ വചനത്തിലൂടെയാണ്, തന്റെ ആത്മാവിനോടുകൂടിയാണ്. അതിനാണ് ഇന്ന് രാവിലെ ഈ മഴയത്ത് നമ്മെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കുകയാണ്. ഈ വചനത്തിൽ നിങ്ങൾ ഉറയ്ക്കണം, ഈ വചനത്തിൽ നിങ്ങൾ ഉറയ്ക്കണം. അവൻ നമ്മെ ഇടവഴിയിൽ ഉപേക്ഷിക്കുകയില്ല. അവൻ നമ്മെ വിളിച്ച വിളി നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആ വിളിയെ കുറിച്ച് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി, ഒന്നുറക്കെ വായിച്ച് 10-ാം വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന. എന്തിനാണ് വിളിച്ചതെന്നുള്ളത് നമ്മൾ മറന്നാലും അവൻ മറക്കുന്നില്ല. ഹല്ലേലൂയ. ഉറക്കെ കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് ഞാൻ മറന്നാലും അവൻ മറക്കുന്നില്ല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആര് മറന്നാലും അവൻ മറക്കുന്നില്ല. കാരണം അവന് മറവിയില്ലല്ലോ. അവന് മറവിയില്ലല്ലോ. നമുക്കല്ലേ മറവി. എന്തിനാ വിളിച്ചത്? എന്തിനാ വിളിച്ചത്? ഉറക്കെ പറഞ്ഞാട്ട്, നിത്യ തേജസ്സിനായി വിളിച്ചു. ആ വരികൾ ചേർത്തൊരു പാട്ടുണ്ട്. ദിവ്യ തേജസ്സിൻ
തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. കരങ്ങൾ വെച്ച് പാടാമോ? ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ലോകം നിന്നെ ഏറ്റവും പകച്ചിടുമ്പോഴും സ്നേഹിതരും നിന്നെ കൈവെടിയും നേരത്തും അവൻ ലോകം നിന്നെ സ്നേഹിതരും നിന്നെ കൈവെടിയും നേരത്തും അവർ നിനക്കു മാതൃകാ പുരുഷനാകയാ. തപ്പോയ പാദം ധ്യാനിച്ചെന്നും പിൻപറ്റിയിടുക. അവൻ നിനക്കു മാതൃകാ പുരുഷനാകയാ. തപ്പോയ പാദം ധ്യാനിച്ചെന്നും പിൻപറ്റിയിടുക. തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ഓ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. സത്യക്രിസ്ത്യാനിത്വ പിന്നിൽ വെളിപ്പെടുത്തുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. സത്യക്രിസ്ത്യാനിത്വ പിന്നിൽ വെളിപ്പെടുത്തുക. വിശുദ്ധനായി വിശ്വാസത്തിനായി നീയും പോറ്റിടുക. വിശുദ്ധനായി പ്രവർത്തിച്ചതാ. വിശ്വാസത്തിനായി നീയും പോറ്റിടുക. തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ. അധർമ്മികൾക്കും പാപികൾക്കും ഗതിയെന്തായിടും. നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ. അധർമ്മികൾക്കും പാപികൾക്കും ഗതിയെന്തായിടും. ഓ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ? ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ? തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ഓ ഭീതികത്തോ ഭീതിക്കേടിൽ വർദ്ധിച്ചിടുമ്പോൾ ദോഷവഴിയിൽ ജനങ്ങളേറ്റം വിലഞ്ഞൊടിയിടുമ്പോൾ. ഭീതികത്തോ ഭീതിക്കേടിൽ വർദ്ധിച്ചിടുമ്പോൾ ദോഷവഴിയിൽ ജനങ്ങളേറ്റം വിലഞ്ഞൊടിയിടുമ്പോൾ. നീതിമാന്മാരിനിയും അധികം നീതി ചെയ്യട്ടെ. വിശുദ്ധരിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നീതിമാന്മാരിനിയും അധികം നീതി ചെയ്യട്ടെ. വിശുദ്ധരിനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഓ ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആ വിളിച്ച വെളിയിലേക്ക് എത്തേണ്ടതിന് അവൻ നമ്മെ കൂടെ കൂടെ റീഡയറക്റ്റ് ചെയ്യും.
റിസ്റ്റോർ ചെയ്യും, യഥാസ്ഥാനപ്പെടുത്തും. വഴിതെറ്റരുത്, വഴിതെറ്റരുത്, വഴിതെറ്റരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നൊന്നും കേട്ട് വഴിതെറ്റരുത്. എന്തെങ്കിലും ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ വഴിതെറ്റരുത്. അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. അവൻ നമ്മെ ഉറപ്പിക്കുകയാണ്. പേടിക്കണ്ട, ഞാനാണ് വിളിച്ചത് തേജസ്സിന് വേണ്ടിയാണ് വിളിച്ചത്. ഇവിടെ എന്തെങ്കിലും തരാനല്ല, ഇവിടെ എന്തെങ്കിലും തൽക്കാല സമ്മാനം തരാനല്ല. വീടും കാറും ഒന്നും കൊണ്ട് തൃപ്തിപ്പെടരുത്. ഞാൻ നിന്നെ വിളിച്ചത് ദിവ്യ തേജസ്സിനാണ്. ഉറപ്പിക്കുന്നു, ഇന്ന് പകരം ഉറപ്പിക്കുന്നു. ഇവിടെ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും നോക്കി ഭാരപ്പെടരുത്. വിളിച്ചതെന്തിൽ നിന്ന് വിളിച്ചവനറിയാം. പറയട്ടെ, ഒന്നുകൂടെ പറയാ, വിളിച്ചതെന്തിനാണെന്ന് വിളിച്ചവനാണ് അറിയാവുന്നത്, നിനക്കല്ല അറിയാവുന്നത്. താങ്ക് യു ജീസസ്. കൈകളൊന്ന് ഉയർത്തി കർത്താവിന് നന്ദി പറയാം. ആ കറക്റ്റ് സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടാണ് ഉറപ്പിക്കുക. ഇന്ന് രാവിലെ ഉറപ്പിക്കുക. പ്രയാസം വരുമ്പോ ഓർത്തോണം, ഒന്നും തെറ്റിയിട്ടില്ല. നീ കറക്റ്റ് റൂട്ടിലാണ് നിൽക്കുന്നത്, നീ കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. കൺഫേം ചെയ്തോ എന്ന് ഉറപ്പിച്ചോ. മനസ്സിനെ ഉറപ്പിക്കുക. ഇളകിപ്പോയ മനസ്സുകളുണ്ടെങ്കിൽ, പതറിപ്പോയ മനസ്സുകളുണ്ടെങ്കിൽ, ആടി ഉലയുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ ഈ പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ട് ഉറപ്പിക്കുക. കരങ്ങളെ തൊട്ട് ദൈവത്തിന് മഹത്വമുള്ള ആത്മാവിൽ ആരാധിച്ച് പകലിൽ ഉറപ്പ് പ്രാപിക്കുക. മൂന്നാമത്തെ വാക്ക് ശക്തീകരിക്കും. ആത്മാവിൽ നമ്മെ ശക്തീകരിച്ചില്ലെങ്കിൽ നമുക്ക് തേജസ്സിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടാണ്. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുമ്പോഴാണ് ഈ ഒലച്ചിൽ വരുന്നതും സ്ഥാനചലനം വരുന്നതും ശക്തിഹീനത സംഭവിക്കും. വാക്യം ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ. എന്നോട് വാക്യത്തിലോട്ട് നോക്കൂ. അല്പകാല കഷ്ടം ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ നീണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഒലച്ചിൽ സംഭവിക്കും, സ്ഥാനചലനം സംഭവിക്കും, ശക്തിഹീനത സംഭവിക്കും. പക്ഷേ അവൻ നമ്മെ മറക്കത്തില്ല. അവനെങ്ങനെ മറക്കാനാ? അവൻ എന്തുവാ മുടക്കിയെന്നറിയാമോ? വിലയേറിയ രക്തമാണ് മുടക്കിയത്. അവനെങ്ങനെ മറക്കാനാ? രക്തമല്ലേ നിനക്ക് വേണ്ടി മുടക്കിയത്. നിന്നെ മറക്കാൻ പറ്റുമോ? ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കും, എന്നാൽ അവൻ നിന്നെ മറക്കുമോ? എങ്ങനെ മറക്കാനാ? മറക്കാൻ കഴിയില്ല. നമ്മളൊരു പക്ഷേ മറന്നാലും അവൻ നമ്മളെ മറക്കാൻ കഴിയില്ല. അവൻ നമ്മളെ മറന്നില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച് ഉറക്ക ദൈവത്തെ സ്തുതിച്ച് ശിഷ്യന്മാർ പടകിൽ കാറ്റടിച്ച് വെള്ളം കയറി അവന് കിടന്ന തണ്ട് വലിച്ച് വലയുമ്പോൾ പെട്ടെന്ന് തിരമാലയുടെ മുകളിൽ യേശു. അവൻ മറക്കത്തില്ല. ചില വൈകുമായിരിക്കും, പക്ഷെ മറക്കത്തില്ല. ഒരല്പം വൈകിയെങ്കിലും മറക്കില്ല. ഇന്ന് ഒരല്പം വൈകിയാലും അവൻ മറക്കില്ല. അവൻ ഉറപ്പിച്ച് ശക്തീകരിക്കും.
ഇന്ന് പകൽ ശക്തീകരിക്കപ്പെടണം, ശക്തി പ്രാപിക്കണം. അവൻ ശക്തീകരിക്കുന്ന ദൈവമാണ്. അവൻ ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കും. യൗവനക്കാർ ക്ഷീണിച്ചു പോകും, ബാല്യക്കാർ വിടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്നത്തെ സഭായോഗത്തിൽ അവൻ നമ്മെ ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ശക്തീകരിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് ശക്തീകരിച്ച ചില സന്ദർഭങ്ങളൊന്നും ഓർത്തേ. ഇന്ന് പകൽ അവൻ നിന്നെ ശക്തീകരിക്കാൻ നിന്റെ ആ സമീപത്ത് വന്നിരിക്കുക. Hallelujah. ദൈവം തന്റെ മക്കളെ ശക്തീകരിക്കുന്ന വിധങ്ങൾ ഒന്നോർത്തെ. ദൈവം തന്റെ മക്കളെ ശക്തീകരിക്കുന്ന വിധം ഒന്നോർത്തെ. ഉൽപ്പത്തി 15:1, അത് കഴിഞ്ഞ് 17:1. 15:1 എടുത്താട്ടെ, വായിച്ചോ. ഹല്ലേലൂയ. മക്കളെ മൈക്ക് കൊടുക്കാവോ? വായിച്ചു. ഒന്നുകൂടെ, 1 മുതൽ. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നതാണ്. അബ്രാമേ ഭയപ്പെടേണ്ട. ഇത് പറയുമ്പോ അബ്രഹാമിന്റെ അവസ്ഥ എന്നാ? അടുത്ത വാക്യത്തിലുണ്ടല്ലേ? അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നിന്റെ പരിചയം. അല്ല, അടുത്ത വാക്യം. അതിനബ്രഹാം കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? അപ്പൊ അതിന്റെ അർത്ഥം അബ്രഹാം എങ്ങനെ ഇരിക്കുകയോ? നല്ല ബലപ്പെട്ടിരിക്കുകയാണോ? അല്ല, പിൻബാറ്റത്തിലിരിക്കുക, മനം മടുത്തിരിക്കുക, നിരാശപ്പെട്ടിരിക്കുക. ദൈവം എന്താ പറഞ്ഞേ? ഒന്നാം വാക്യം. അതിന്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്താണ്? അബ്രാമേ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ പരിചയം. ഞാനാണ് നിന്റെ പരിച. നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഞാനാണ് നിന്റെ പ്രതിഫലം. ഞാനാണ് നിന്റെ പരിച. ഞാനാണ് നിന്റെ പ്രതിഫലം. ദൈവത്തിന്റെ ജനത്തെ ഉറപ്പിക്കുന്നുണ്ടോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിന്റെ സന്തതിയുമാണ് നിന്റെ പ്രതിഫലം. ഇപ്പോഴത്തെ വിഷയം സന്തതി ഇല്ലാത്തതല്ലേ? അല്ലേ? സന്തതി ഇല്ലാത്തതോ സന്തതി നന്നാകാത്തതോ ഒന്നും അല്ല വിഷയം. ഞാനാണ് നിന്റെ പ്രതിഫലം. ഞാനാണ് നിന്റെ പ്രതിഫലം. ഞാനാണ് നിന്റെ പ്രതിഫലം. കർത്താവിനോട് പറഞ്ഞു, നീ മതി, ഒന്നും എനിക്ക് വേണ്ട. പ്രവർത്തിക്കണമേ. അപ്പോൾ 15-ാം അധ്യായം പറയുകയാണ്, നീ മക്കളുടെ കാര്യം അത് ഇതൊന്നും പറഞ്ഞ് വെറുതെ എന്നോട് പിണങ്ങണ്ട. ഞാനാണ് നിന്നെ വിളിച്ചത്. ഞാനാണ് നിന്റെ പ്രതിഫലം. ഞാനാണ് നിന്റെ പരിച. എന്നെ നോക്കിയാ മതി, മറ്റൊന്നും നോക്കണ്ട. 17-1 വയസ്സ് പിന്നെയും പോയി. 99 പ്രതീക്ഷ തീർന്നു. മതി, ഇനി വായിക്കണ്ട. ഞാൻ നിന്നോട് പറഞ്ഞത് ചെയ്യും. നിനക്ക് വയസ്സ് എത്രയായാലും ചെയ്യും. നീ എത്ര വീക്കായാലും ചെയ്യും. നീ എത്ര തളർന്നാലും ചെയ്യും. ശക്തിയിരിക്കുന്നുണ്ടോ? യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിയിരിക്കുന്നു.